എല്ലായിടത്തും നിന്ന് ആര് കാത്തുകൊള്ളും? ദൈവമുണ്ട്. എങ്ങനെയൊക്കെ ഒപ്പിച്ചു. എന്റെ ദൈവമേ, ഈ മാച്ച് ഡ്രോയോ അല്ലെങ്കിൽ ഡിഫീറ്റോ പറ്റിയായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. അടുത്ത ദിവസം റൊണാൾഡോ ഹേറ്റേഴ്സിന്റെ എല്ലാ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ കാണേണ്ടി വന്നേനെ. റൊണാൾഡോ ഫിനിഷ്ഡായി. റൊണാൾഡോനെ കൊണ്ട് പോർച്ചുഗലിന് ഇനി വലിയ ഗുണമില്ല, റൊണാൾഡോനെ ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇറ്റ്സ് ഫൈൻ. 2-1 പോർച്ചുഗൽ ചെക്ക് റിപ്പബ്ലിക്കിനെ ബീറ്റ് ചെയ്തു യൂറോ കപ്പിന്റെ ഫസ്റ്റ് ഗെയിമില്. ആൻഡ് പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഇത് അത്ര നല്ല പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ടു ബി ഓണസ്റ്റ്. ഈ മാച്ച് ജയിക്കാൻ ഒരു ലാസ്റ്റ് മിനിറ്റ് വിന്നർ ആയിരുന്നു വേണ്ടത്. ആൻഡ് റൊണാൾഡോയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലും അത്ര ഇംപ്രസീവ് ആയിരുന്നില്ല. എന്റെ ഒപ്പീനിയനിൽ പോർച്ചുഗലിന് വേണ്ടി പിച്ചിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ വിറ്റീനി ആയിരുന്നു. പുള്ളി ഡിഫൻസീവില് കവർ ചെയ്തു, മിഡ്ഫീൽഡ് റൺ ചെയ്തു, ആൻഡ് ഫോർവേഡിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് റൊണാൾഡോ ഓൾമോസ്റ്റ് പുള്ളിക്ക് ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തു. പക്ഷെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വിറ്റീനിയെ ഡിഫൻഡേഴ്സ് എല്ലാം കവർ ചെയ്തു. ആൻഡ് ഒരു കോർണർ ആണ് കിട്ടിയത് അതിൽ നിന്ന്. ഫസ്റ്റ് ഹാഫ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോർച്ചുഗലാണ് ബോൾ മുഴുവൻ ഡോമിനേറ്റ് ചെയ്തത്, എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ. പക്ഷെ ആ പൊസിഷൻ വെച്ച് പ്രത്യേകിച്ചൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. റൊണാൾഡോന് 2 ചാൻസ് ഉണ്ടായിരുന്നു, അതെനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഓഫ് സൈഡ് ആയിരുന്നു, അത് ഗോൾ സ്കോർ ചെയ്തെങ്കിലും അത് ഓഫ് സൈഡ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്തേനെ. ബ്രൂണോ ഫെർണാണ്ടസും ബെർണാർഡോ സിൽവയ്ക്ക് ഓരോ ഷോട്ട് നോക്കണമായിരുന്നു. അതല്ലാണ്ട് ഒരു ക്ലിയർ കട്ട് ചാൻസ് പോർച്ചുഗലിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. റഫേൽ ലിയാവ് കളിയുടെ സ്റ്റാർട്ടിങ്ങിൽ 2-3 പ്രാവശ്യം ഡിഫൻഡേഴ്സിനെ ഡ്രിബിൾ ചെയ്ത് ബീറ്റ് ചെയ്തു. 2022 ഖത്തർ വേൾഡ് കപ്പില് ലിയാവ് ഒരു ഇമ്പാക്ട് സബ് ആയിരുന്നു. ആൻഡ് അത് തന്നെയാണ് ഈ പുള്ളിക്ക് ഏറ്റവും പറ്റിയ റോൾ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കണ്ട കളിയിലൊന്നും ലിയാവ് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. ആൻഡ് ന്യൂനോ മെൻഡസ്, എന്റെ ദൈവമേ, ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗലിന്റെ ഏറ്റവും വേർസ്റ്റ് പ്ലെയർ ആയിരുന്നു പുള്ളി. എവിടെ നിന്നൊക്കെയോ ഷൂട്ട് ചെയ്യണ ഷോട്ട് ഒന്നും ഗോൾ കീപ്പറിന്റെ അടുത്ത് പോലെ എത്തണില്ല, നേരെ സ്റ്റാൻഡിലേക്കാണ് പോണത്. പിന്നെ പുള്ളിയുടെ ക്രോസ് ഒന്നും പെർഫെക്റ്റ് ആയിരുന്നില്ല. അതാണ് എനിക്ക് വേറൊരു കൺസേൺ. ഈ പോർച്ചുഗീസ് ടീമിൽ ആർക്കും വരെ ക്രോസ് ചെയ്യാൻ പറ്റണില്ല. പണ്ടൊക്കെ നാനിയും ക്വറേസ്മയൊക്കെ ഈസി ആയിട്ട് റൊണാൾഡോനെ ഫൈൻ ചെയ്തോണ്ടിരുന്നതാ. പക്ഷെ ഈ പോർച്ചുഗൽ സൈഡിൽ ആർക്കും പ്രോപ്പർ ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റണില്ല. ആൻഡ് പോർച്ചുഗലിന്റെ കോർണർ കിക്സ് കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു. നേരെ ബോക്സിലോട്ടുണ്ട്, അവിടെ റൊണാൾഡോ ഉണ്ട്, പെപ്പെ ഉണ്ട്, പിന്നെ റൂബൻ ഡിയാസും ഉണ്ട്. ആരെങ്കിലൊക്കെ ഹെഡ് ചെയ്തോളൂ. ആൻഡ് ചെക്ക് റിപ്പബ്ലിക്കിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം, കാരണം അവരുടെ ഡിഫൻസീവ് സ്ട്രക്ചർ ഏതാണ്ട് പെർഫെക്റ്റ് ആയിരുന്നു. ആ 2 മിസ്റ്റേക്കിലായിരുന്നെങ്കിൽ പോർച്ചുഗൽ ഈ കളി തോറ്റേനെ. പക്ഷെ താങ്ക്ഫുള്ളി ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഗോൾ കീപ്പർ ഒരു മണ്ടറായിരുന്നു. കളിയുടെ 68 മിനിറ്റ് ആയപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിന് വേണ്ടി പ്രൊവോഡ് ഗോൾ സ്കോർ ചെയ്തു. ആൻഡ് ഈ ഗോൾ കയറിയപ്പോൾ സത്യം പറയാലോ ഞാൻ ശരിക്കും പേടിച്ചു. എന്റെ മനസ്സിൽ മൊറോക്കോ ആയിട്ടുള്ള കളിയുടെ ഫ്ലാഷ് ബാക്സ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു. ആൻഡ് ഈ ഗോളിന്റെ ബിൽഡപ്പിൽ ഡയലോട്ട് എന്താ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പുള്ളിയുടെ മുകളിൽ കൂടെ പോണ ഗോൾ നോക്കിക്കൊണ്ടിരിക്കണോ. കറക്റ്റ് ആ ഗോൾ കയറിയപ്പോൾ തന്നെ റോബർട്ടോ മാർട്ടിനസ് ഡയലോട്ടിനെ സബ് ഓഫ് ചെയ്തു. ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂല് റോബർട്ടോ മാർട്ടിനസിന്റെ സബ്സ് ആണ് ആക്ച്വലി ഈ ഗെയിം ജയിച്ചത്. ഡിയേഗോ ജോട്ട ഇമ്പാക്ട് ഉണ്ടാക്കി, പെഡ്രോനെറ്റോ ഇമ്പാക്ട് ഉണ്ടാക്കി, ആൻഡ് ഒബ്വിയസ്ലി കോൺസേസാവ് എന്തായാലും ഇമ്പാക്ട് ഉണ്ടാക്കി. പോർച്ചുഗലിന്റെ ഈക്വലൈസർ ബോക്സിലേക്ക് വന്ന ക്രോസ് ന്യൂനോ മെൻഡസ് ഹെഡ് ചെയ്തു. ആ ഹെഡ് ചെയ്ത ബോള് ചെക്കിന്റെ ഗോൾ കീപ്പർ ക്യാച്ച് ചെയ്യേണ്ടതിന് പകരം പുഷ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ആ പുഷ് ചെയ്ത് കളഞ്ഞ ബോള് ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്ലെയറിന്റെ കാലി കൊണ്ട് ഓൺ ഗോളായി. ആ ഡിഫൻഡറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, പുള്ളി അറിഞ്ഞ പോലില്ല എന്ത് സംഭവിച്ചത്. 1-1. ആൻഡ് ഇത് കഴിഞ്ഞ റൊണാൾഡോന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പുള്ളി ഹെഡ് ചെയ്ത ബോള് പോസ്റ്റിൽ കൊണ്ട് തിരിച്ചു വന്നു. ആൻഡ് ആ റീബൗണ്ട് ഡിയേഗോ ജോട്ട സ്കോർ ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡ് ആയി. ആൻഡ് കളിയിൽ 90 മിനിറ്റ്സ് ആയപ്പോ പെഡ്രോനെറ്റോ ബോളും കൂടെ ഡ്രിബിൾ ചെയ്തു ആൻഡ് ഡിഫൻഡറിനെ ബീറ്റ് ചെയ്തു, ക്രോസ് ഇട്ടു. ആ ക്രോസ് ചെയ്താണ് സെക്കൻഡ് ഗോൾ വന്നത്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഡിഫൻഡറിന്റെ കാലിന്റെ ഇടയിൽ കൂടെ ബോൾ പോയി. ആൻഡ് ഗോൾ കീപ്പർ ആണെങ്കിൽ സ്ലിപ്പും ചെയ്തു. കറക്റ്റ് ആ മൂവ്മെന്റിൽ കോൺസേസാവ് ഉണ്ടായിരുന്നു. ആൻഡ് പുള്ളി ഈസി ആയിട്ട് സ്കോർ ചെയ്തു. ആൻഡ് യെസ്, യൂറോ കപ്പിന്റെ ഫസ്റ്റ് ഗെയിമിൽ ഒരു വിന്നിംഗ് സ്റ്റാർട്ട്. ആൻഡ് ടൂർണമെന്റ് ജയിക്കാൻ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് പോർച്ചുഗലാണ്. പക്ഷെ അവരെക്കാട്ടും സുപ്പീരിയർ ടീംസ് ഫ്രാൻസും ജർമ്മനിയാണ്. ഇവർ രണ്ടുപേരായിട്ടുള്ള മാച്ച് മാത്രമാണ് എനിക്ക് കൺസേൺ ഉള്ളത്. ബാക്കി ഏത് ടീമിനെ കിട്ടാനും പോർച്ചുഗൽ ബീറ്റ് ചെയ്യേണ്ടതാണ്. സോ ഹോപ്പ്ഫുള്ളി യൂറോ 2024 പോർച്ചുഗൽ തന്നെ ജയിക്കും. ആൻഡ് റൊണാൾഡോനെ പുള്ളിയുടെ സെക്കൻഡ് യൂറോസിൽ ലിഫ്റ്റ് ചെയ്യാനും പറ്റും. സോ അതാണ് ഈ മാച്ചിനെ കുറിച്ച് എന്റെ ഒപ്പീനിയൻ. ആൻഡ് ആസ് ഓൾവേസ് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. വിവ പോർച്ചുഗൽ, വിവ റൊണാൾഡോ.